ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു PYQ സീരീസിന്റെ മറ്റൊരു വേർഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 173/2024 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ ഈ സീരീസ് ഫുള്ളായിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. തെറ്റായ ജോഡി. ഓക്കെ, ഇവിടെ താഴെ കൊടുക്കുന്ന തെറ്റായ ജോഡി ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം, പീറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? പീറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം എന്നാണ്. റഷ്യൻ വിപ്ലവം അല്ല, അത് ഏതാണ്? നമുക്കറിയാം വ്യവസായ വിപ്ലവമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. പൊയ്കയിൽ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂറാണ്. എവിടെയാണ്? ഇരവിപേരൂർ. ഓക്കെ, 1947 തൃശ്ശൂരിൽ വച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടി കെ മാധവൻ, കെ കേളപ്പൻ, ടി പ്രകാശൻ, ജി പി പിള്ള. ഓക്കെ, അപ്പോൾ വർഷം നോക്കുക. തൃശ്ശൂരിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് ഏത് വരും? കെ കേളപ്പൻ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക, മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ആരാണെന്നാണ് ചോദ്യം. അധ്യക്ഷൻ ആരാണ്? നമുക്കറിയാം ഫസൽ അലിയാണ്. മറ്റ് എച്ച്.എൻ. കുൻസ്രുവും കെ.എം. പണിക്കരും അംഗങ്ങളാണ്. എച്ച്.എൻ. കുൻസ്രുവാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ കുഴപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയടാ. ചേരുംപടി ചേർക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്. ദേശീയ സമരകാലത്തെ പത്രങ്ങളും നേതാക്കളുമാണ്. ഓക്കെ, ബംഗാളി പത്രം ആരംഭിച്ചത് ആരാണ്? ഇവിടെ 5 പേരുണ്ട്, ഇവിടെ 4 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാവും. ഓക്കെ, ബംഗാളി പത്രം ആരംഭിച്ചത് ആരാണ്? നമുക്കറിയാം സുരേന്ദ്രനാഥ ബാനർജിയാണ്. A2 ആയിട്ട് കണക്ട് ചെയ്യാം. A2 ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ ആൻസർ കിട്ടി. ഓക്കെ, എന്നാലും ബാക്കി പറഞ്ഞു പോവാം. വന്ദേ മാതരം ആരാണ്? വന്ദേ മാതരം ആരംഭിച്ചത് ലാലാ ലജ്പത് റായി ആണ്. B3. അടുത്ത നോക്കിയിടാ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. ഓക്കെ, പത്രിക സിസർ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചോ. ഓക്കെ, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുമാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതെന്ന് കിട്ടി? എ ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയടാ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതൊക്കെയാണ്? കേരള ജ്യോതി ഉണ്ട്, കേരള പ്രഭ ഉണ്ട്, കേരള ശ്രീ ഉണ്ട്, കേരള രത്നം ഇല്ല. ഇത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയടാ. പാമുലു എന്ന പ്രാചീന ഉപജീവന കൃഷി ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. പാമുലു എവിടെയാണ്? ഇവിടെ മണിപ്പൂരാണ്. മണിപ്പൂർ സംസ്ഥാനത്തിന്റെ പ്രാചീന ഉപജീവന കൃഷിയുടെ പേരാണ് പാമുലു. ഓക്കെ, അടുത്ത ദിവസം നോക്കിയടാ. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആണ്, അത് വിട്ടുപോയി. ഓക്കെ, 1, 2 കൊടുത്തേക്കുന്നു ഞാൻ. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസിസ് പ്രഭാവം അല്ലെങ്കിൽ കൊറിയോലിസിസ് ബലം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്. രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതാണ്? രണ്ടും ശരിയെന്നാണ്. 2 പ്രസ്താവനകളും ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂവിനിയോഗത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അനുയോജ്യം? ഭൂവിനിയോഗത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതിനുള്ള അനുയോജ്യമായ വിശകലനം ഏതാണ്? ഓവർലേ വിശകലനമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓവർലേ വിശകലനമാണ്. അപ്പൊ എന്താണ്? ഭൂവിനിയോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭൂവിവര സാങ്കേതിക വിദ്യ ഏതെന്നാണ് ചോദ്യം. ഓവർലേ വിശകലനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ രജ്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. രവി ചിനാബ് നദികൾക്കിടയിലാണ് രജ്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയിടാ. തബി അല്ലെങ്കിൽ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. താപ്തി നദിക്കരയിലുള്ള നഗരം ഏതാണ്? സൂററ്റ് ആണ്. ഓക്കെ, അടുത്തത്. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നോക്കിയടാ. കാർബുഡ ഉണ്ട്, ഡാസ്ഗൺ ഉണ്ട്, ചിപ്ലൂൺ ഉണ്ട്, ഫോസ്റ്റ് ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? കാർബുഡയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കൊങ്കൺ റെയിൽവേ അല്ലെ റെയിൽപാതയിലെ ഏറ്റവും നീളം കൂടിയ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്?
കാർബുഡ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയതെന്നാണ് ചോദ്യം. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? നോക്കി, ഓപ്ഷൻ ഉണ്ട്. ജവഹർലാൽ നെഹ്റു, ജോൺ മത്തായി, PC മാലനോബിസ് ഉണ്ട്, RC ദേശായി ഉണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? PC മാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയടാ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്? ഏതാണ്? ചില്ലറ വിലയാണോ മൊത്ത വിലയാണോ? ആ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതാണ്? ചില്ലറ വിലയാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ചില്ലറ വിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത് നോക്കിയടാ, സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ഏതാണ്? അത് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയടാ, ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കോത്താരി കമ്മീഷൻ, കാർവേ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി, ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. ഏതാണ്? കാർവേ കമ്മിറ്റിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേര് കാർവേ കമ്മിറ്റി. ഓക്കെ, അടുത്ത WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം. ഓക്കെടാ, 95, 94, 90, 96. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ആൻസർ പറയാൻ പറ്റണം. 95 ആണ്. 1995 WTO സ്ഥാപിതമായത്. ഓക്കെ, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ആരാണ്? നമ്മുടെ കേരളം തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാൽ 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇത് 2024 ചോദ്യമാണ്. 2024 ചോദ്യത്തിൽ 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2025 ഹങ്കർ ഇൻഡെക്സ് പഠിക്കണം. 2026 എക്സാമിന് ചോദിക്കാം. ഏതാണ് 2025 ഇന്ത്യയുടെ സ്ഥാനം ഏതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ? അത് 102 ആണ്. എത്ര? 102 ആണ് 2025. ഓക്കെ, ആ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനവും കറക്റ്റായിട്ട് പഠിക്കുക. 2025 മുഴുവൻ ഇൻഡെക്സും ഒരു ക്ലാസ് ആയിട്ട് ഉടനെ തന്നെ ഈ അടുത്ത ആഴ്ചയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ താഴെ പറയുന്നതിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി എന്നാണ്. നോക്കിയേ, തുങ്കൻ കമ്മിറ്റിയുണ്ട്, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുണ്ട്, കാക്ക കലേക്കർ കമ്മിറ്റിയുണ്ട്, അശോക് മെഹ്ത്ത കമ്മിറ്റിയുണ്ട്. ഇതിന്റെ ആൻസർ ഏതാണ്? നമുക്കറിയാം, കാക്ക കലേക്കർ OBC, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ OBC സംവരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാക്ക കലേക്കർ കമ്മിറ്റി. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 3, 4 ആണ്. 1, 3, 4 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഇവിടെ ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഭരണഘടനയിലെ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ട അധികാരങ്ങൾ എന്ന ലിസ്റ്റിലാണ്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ലിസ്റ്റിലാണ്. ലിസ്റ്റ് പൂർണ്ണമായിട്ടും പഠിക്കുക. ലിസ്റ്റിലുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇവിടെ ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ആരൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയേ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഇല്ല, ഒന്നാമത് തെറ്റാണ്. അടുത്ത നോക്കിയേ, പാർലമെന്റ് അംഗങ്ങൾ ഉണ്ട്, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ്. അതായത് ഡി, പാർലമെന്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഖേനയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട. ഓക്കെ, അടുത്ത നോക്കിയാൽ താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. 4 പേരുണ്ട്. വൈക്കം പുരുഷോത്തമൻ, K മുരളീധരൻ, P ശ്രീരാമകൃഷ്ണൻ, C രവീന്ദ്രനാഥ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വക്കം പുരുഷോത്തമനും ഉണ്ട്, P ശ്രീരാമകൃഷ്ണനും ഉണ്ട്. 1, 3 ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. പൗരത്വ നിയമം ഉൾപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഏതാണ്? പാർട്ട് 1, 2, 3, 4 കുറെ ഉണ്ട്. ഏതാണ്? പാർട്ട് 2 ആണെന്ന് പറയാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ താഴെ പറയുന്നതിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എഴുതാനാണ്. രാജ്യസഭയെ കുറിച്ചുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. തെറ്റാണ്. 6 വർഷത്തേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായ പ്രസ്താവന അല്ലേ? അപ്പൊ 1 വരുന്നതെല്ലാം നമുക്ക് വെട്ടിക്കളയാം. 1, 3 ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെട്ടാം. 3 തെറ്റാണെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ശരിയാവാം. 1 തെറ്റെന്ന് പറയുന്നുണ്ട്. ഇതും ശരിയാവാം. 3 ശരിയാണെന്ന് പറയുന്നുണ്ട്. ഇതും തെറ്റാണ്. അപ്പൊ C അല്ലെങ്കിൽ B ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ 2 ശരിയാണ്. അപ്പം 3 തെറ്റാണെന്നുള്ളത് വെട്ടിക്കളയാം. ആൻസർ C ആണെന്ന് കിട്ടി. 1 തെറ്റ്, 2, 3 ശരി. അതായത് കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ഓക്കെ, C ഫാക്റ്റ് ആണേ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. 25 ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ഇത് CA ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇന്ന് അതിന് റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും നോക്കാം. ഓക്കെ, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണോ? അല്ല, അത് O രാജഗോപാൽ അല്ലേ? അപ്പോൾ എന്താണ് ഇത്? തെറ്റായ പ്രസ്താവന. അപ്പോൾ ഒന്ന് തെറ്റാണ്. മുകളിൽ പറഞ്ഞതിന് അടിസ്ഥാനം ഉചിതമായ തിരഞ്ഞെടുപ്പ് ശരിയായതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നുള്ളതെല്ലാം തെറ്റായിരിക്കും. രണ്ടും തെറ്റെന്ന് പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാം. രണ്ടും ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഒന്ന് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. C അല്ലെങ്കിൽ ഒന്ന് തെറ്റ് രണ്ട് ശരിയെന്ന് പറയുന്നുണ്ട്, രണ്ടും തെറ്റെന്ന് പറയുന്നുണ്ട്. അപ്പോൾ C അല്ലെങ്കിൽ D ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. ആദ്യമായിട്ടാണോ പാർലമെന്റിൽ അംഗമാകുന്നത്? സുരേഷ് ഗോപി മുന്നേ എന്താണ് കലാ മേഖലയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് അംഗമായിട്ടുണ്ട്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ശരിയായ പ്രസ്താവന ആണ്. ഓക്കെ, ഇവിടെ ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് ഇതര ഭരണ സ്ഥാപനങ്ങളൊന്നും പൊതുഭരണത്തിന്റെ ഭാഗമല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, നമുക്കിവിടെ എന്താണ് ശരിയായ പ്രസ്താവനയല്ലേ വേണ്ടത്? 1ഉം 3ഉം എന്താണ്? ഓൺലി 1 and 3. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സർവീസ് ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. ശരിയാണോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിയാണോ? സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരി? ഇതിലെല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ് A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർവീസൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത് നോക്കിയിട്ട് സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഏതാണ് ശരിയായ പ്രസ്താവന? നോക്കിയിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണോ? അല്ല, ഒരിക്കലും അല്ല. അത് വിജിലൻസ് കോടതികൾ, അതായത് സ്പെഷ്യൽ കോടതികളുണ്ട്, ഹൈക്കോടതി അല്ല. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിജിലൻസ് കമ്മീഷൻ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം പോകാം. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കേന്ദ്ര സർവീസ്, ഇവിടെ ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. എന്തിന്? കേന്ദ്ര സർവീസിന്. നമുക്കറിയാം ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്, കേന്ദ്ര സർവീസ് അല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായ പ്രസ്താവന അല്ലേ? അപ്പോൾ 1 വരുന്ന എല്ലാം ക്യാൻസൽ ചെയ്തോടെ. Aയും ക്യാൻസൽ ചെയ്യാം, Bയും ക്യാൻസൽ ചെയ്യാം, Cയും ക്യാൻസൽ ചെയ്യാം. ആൻസർ കിട്ടിക്കഴിഞ്ഞു. D ആണ് ആൻസർ. അതായത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ശരിയായ പ്രസ്താവന. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ് കേന്ദ്ര സർവീസിന്. അതും ശരിയായ പ്രസ്താവന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2, 3 പ്രസ്താവന ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതിന്റെ ലക്ഷ്യമാണ്. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ ഇതിന്റെ പ്രവർത്തനം. ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. അതും ശരിയായ പ്രസ്താവന. ഈ ഗവൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സംരംഭമാണിത്. 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്ന ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു വിവരാവകാശ കമ്മീഷന് കേന്ദ്രതലത്തിൽ മാത്രമാണ് രൂപം കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം കേന്ദ്രതലത്തിലും ഉണ്ട്, സംസ്ഥാന തലങ്ങളിലും ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നെല്ലാം ക്യാൻസൽ ചെയ്തൂടെ. ഓൺലി 1 and 2 എന്ന് പറയുന്നുണ്ട്, ഓൾ ഓഫ് ദി എബോവ് പറയുന്നുണ്ട്, 1 and 3 എന്നും പറയുന്നുണ്ട്. അപ്പൊ ആൻസർ കിട്ടി 2 and 3. 2 എന്താണ് പറയുന്നത്? കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. ശരിയായ പ്രസ്താവന ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധിപൻ. അതും ശരിയായിട്ടുള്ള പ്രസ്താവന. 2ഉം 3ഉം ആൻസർ ആണ്. ഓക്കെ, അടുത്ത് നോക്കിയടാ. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ പ്രസ്ഥാനമാണ് ലോക്പാൽ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം ലോക്പാൽ.
അടുത്ത നോക്കിയടാ, സംസ്ഥാന തലങ്ങളിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത നോക്കിയടാ, ഇവിടെ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. നമുക്കറിയാം ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3 ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇവിടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളുടെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം. ഓക്കെ, അപ്പൊ സന്തുലിതാവസ്ഥ, പേശികളുടെ ചലനങ്ങളുടെ ഏകോപനം. ഓക്കെ, സാധ്യമാകുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം, ഹൈപ്പോതലാമസ്, സെറിബെല്ലം, മെഡുല്ല, ഒബ്ലങ്കേറ്റ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സന്തുലിതാവസ്ഥയാണ്. ബെല്ല ബെല്ല എന്ന് പിടിച്ചോണം. ഓക്കെ, ഡാൻസ് കളിക്കൂലേ? അപ്പൊ സന്തുലിതാവസ്ഥ നിർത്താൻ ബെല്ലം, സെറിബെല്ലം വേണം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇവിടെ വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ശരീരത്തിന് ആവശ്യമായി ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം. നമുക്കറിയാം ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ് ഊർജത്തിന്റെ പ്രധാന ഉറവിടം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇവിടെ ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലേ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതെല്ലാമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. തെറ്റ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ശരിയായ പ്രസ്താവന. 1ഉം 3ഉം ആൻസർ ആയിട്ട് വരുന്നു. അപ്പോൾ 1ഉം 3ഉം ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. അവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ഉൾപ്പെടാത്തതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും മീഥൈലും നൈട്രസ് ഓക്സൈഡും എല്ലാം ഒരു ഹരിതഗൃഹവാതകമാണ്. ഉൾപ്പെടാത്തത് ഓക്സിജൻ ആണ്. ആൻസർ ബി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എടാ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതെന്നാണ് ചോദ്യം. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമാകുന്ന രോഗാണുവാണ് വൈറസ്. കേട്ടോ, വൈറസ് പഠിച്ചോളെ. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? നമുക്കറിയാം ആർദ്രമാണ് അല്ലേ? ആർദ്രം. ആശുപത്രി ജനസൗഹൃദമാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപം കൊണ്ട പദ്ധതി ആർദ്രം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തോട്ട് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. ഇത് മാത്സിന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇവിടെ വന്ന് കയറി എന്നറിയില്ല, എന്നാലും നോക്കാം. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? നമുക്കറിയാം ഒരാൾ എയിൽ നിന്ന് ദിശയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 4 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ച് 4 കിലോമീറ്റർ വലത്തേക്ക് ലംബമായിട്ട് തിരിയുന്നു. അത് എത്ര കിലോമീറ്റർ ആണ്? 3 കിലോമീറ്റർ ലംബമായിട്ട് തിരിയുന്നു. എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? ഇതാണല്ലോ കുറഞ്ഞ ദൂരം. നോക്കിയുടെ ഇവിടെ ലംബമാണല്ലോ, അപ്പം മട്ടകോനാണ്. നിങ്ങൾ ഇങ്ങനെ 4, 3 ഇതേപോലെ, അതായത് മാത്സിൽ മെന്റൽ എബിലിറ്റിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെ ഒരു മട്ടത്രികോണം വന്നാൽ അതിൻ്റെ ഒരു വശം 4ഉം മറ്റൊരു വശം 3ഉം ആണെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ വശം എത്രയായിരിക്കും? 5 ആയിരിക്കും. നിങ്ങൾ കണക്ക് കൂട്ടാൻ നിൽക്കേണ്ട, ഉറപ്പായിട്ടും 5 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. PSC സ്ഥിരം ചോദിക്കുന്ന ഇതേപോലത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, 4, 3, 5 അതേപോലെ കുറേ ഉണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് ക്ലാസ്സിൽ പറയും. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 43ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് ശരിയായത് കണ്ടുപിടിച്ച് മറ്റേത് ഒഴിവാക്കിയാൽ ആൻസർ ആയി. ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാകുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന 3 ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ്. അതായത് തുല്യവും വിപരീതവുമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് തെറ്റായതാണ്. 1ഉം 2ഉം തെറ്റാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കിയാൽ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ്. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് നമുക്കറിയാം കിലോ വാട്ട് അവർ, വാട്ട് അവർ, ഹോഴ്സ് പവർ, ജൂൾ പെർ സെക്കൻഡ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് നമുക്കറിയാം കിലോ വാട്ട് അവർ ഊർജ്ജത്തിന്റെ യൂണിറ്റ് ആണ്, എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഇപ്പോൾ എടുത്ത ആൻസർ ഏത് തന്നെ വരും? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നാസ ഗോസ് യു എന്ന ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്താണെന്നാണ് ചോദ്യം. ഒരു CA ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ
പരിസ്ഥിതി എന്നിവയുടെ പര്യവേക്ഷണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കൂടുതലൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ഇതിന്റെ ആൻസർ എന്താണ്? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥയും പരിസ്ഥിതിയും എന്നിവയുടെ പര്യവേക്ഷണമാണ് എന്താണ് നാസ ഗോസിയുവിന്റെ ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം. ഓക്കെ, അടുത്ത് നോക്കിയടാ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയം ഇഷ്ടംപോലെ തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രധാന താപവൈദ്യുത നിലയം എന്താണ്? ഡീസൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ബ്രഹ്മപുരവും കോഴിക്കോടുമാണ്. ബ്രഹ്മപുരവും കോഴിക്കോടും 1ഉം 2ഉം ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ബാബിറ്റ് മെറ്റൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആന്റിമണിയാണ്. എന്താണ്? ആന്റിമണി. ഓക്കെ, അടുത്ത നോക്കിയാൽ റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? റീഗൽ വാട്ടർ നമുക്കറിയാം നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ് റീഗൽ വാട്ടർ എന്നറിയാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആണ്. റീഗൽ വാട്ടർ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാൽ സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? നമുക്കറിയാം ഓസ്മിയമാണ് സാന്ദ്രത കൂടിയ ലോഹം. അടുത്ത ദിവസം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് വന്നത് എവിടെയാണ്? ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് നിലവിൽ വന്നത് ഹൈദരാബാദാണ്. ഓക്കെ, അടുത്ത ദിവസം ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10-നാണ് ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം കുമാരനാശാൻ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് ആരാണ്? വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ എഴുതിയത് ആരാണ്? ഇടശ്ശേരിയാണ്. എന്താണ് വരി? കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ വരികളാണ്. ഓക്കെ, അടുത്ത നോക്കിയാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സുനിൽ ഛേത്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ. ആദ്യ മലയാള നോവൽ നമുക്കറിയാം ഇന്ദുലേഖയാണ്. കുന്തലതയല്ല, മാറിപ്പോരുത്, ഇന്ദുലേഖയാണ്. ഓക്കെ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ചോദ്യം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എസ് കെ വസന്തനാണ്. നമുക്ക് 2025 പഠിക്കണം KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാ നദിയാണ് എനിക്കിഷ്ടം. നിളയുടെ കഥാകാരൻ ആരെ? MT വാസുദേവൻ നായരുടെ വാക്കുകളാണിവ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാ നദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് MT വാസുദേവൻ നായരാണ്. ഓക്കെ, മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നതിൽ ഏത് വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? എന്താണ് വോളറ്റൈൽ മെമ്മറി? താഴെ പറയുന്നതിൽ ഏതാണ്? റാമാണേ, മാറിപ്പോരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം എന്താണെന്നാണ്? ഏതാണ്? ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുക, തിരുത്തുകയും ചെയ്യുന്നു. ചിത്രങ്ങളും ഗ്രാഫിക്സും സൃഷ്ടിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. സംഖ്യാ ഡേറ്റയും കണക്കൂട്ടലും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടുത്തെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റിന്റെ പ്രാഥമിക ദൗത്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെടുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര് മെറ്റ. നമുക്കറിയാം. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതാണ്? ഡേറ്റ പാക്കുകളുടെ രൂപത്തിൽ കൈമാറുന്നത് ഏതാണ്? ബ്രിഡ്ജ്, ഹബ്ബ്, സ്വിച്ച് ഏതാണ്? റൂട്ടർ ആണ് ആൻസർ വരുന്നത്. റൂട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മാൽവെയർ ആണ് അതിന് ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? റാൻസം വെയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റാൻസം വെയർ. ഓക്കെ, അടുത്ത എന്താണ്? ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് പറയാനുള്ളത്. ഓക്കെ, 4 പ്രസ്താവനയുണ്ട്. ഒറ്റ പ്രസ്താവനയെ ആൻസർ ആയിട്ട് വരുള്ളൂ. ഏതാണ്? 1 2 3 4 ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഏതാണ്? മക്കൾക്ക് രണ്ടാം അമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്താവിനെതിരെ മാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാം. സഹോദരനെതിരെ നിയമപ്രകാരം കേസ് കൊടുക്കാം. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് മകൾക്ക് രണ്ടാം അമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആൻസർ എ ആണ് ആൻസർ വരുന്നത്. എ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1993 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്തെന്നാണ് ചോദ്യം.
എന്താണ് മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്തായിട്ട് ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ബാലനീതി നിയമപ്രകാരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ. അടുത്തെന്താണ്? വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ സംബന്ധിച്ചാണെങ്കിൽ ആ ഉത്തരം ലഭ്യമാകേണ്ട സമയപരിധി എത്രയാണ്? 48 മണിക്കൂറാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വിജയ കിഷോർ റഹ്താർ ആണ്. വിജയ കിഷോർ റഹ്താർ. ഓക്കെ, വിജയ് കിഷോർ റഹ്താർ ആണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഓക്കെ, ഇത് രേഖാ ശർമ്മയാണ് എൻ്റെ ആൻസർ. അതായത് മുന്നത്തെ. ഇപ്പോഴത്തെ ആരാണെന്ന് പഠിച്ചോളാം. ഓക്കെ, ആരാണ്? വിജയ് കിഷോർ റഹ്താർ. വിജയ് കിഷോർ റഹ്താർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, അവസാന ക്വസ്റ്റ്യൻ. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡന നിയമം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും GK ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ ഒരുപാട് നമ്മൾ ഓപ്ഷനെ കുറിച്ചൊന്നും വലുതായിട്ട് ചർച്ച ചെയ്തില്ല. ഇതിൻ്റെ പ്രാഥമിക ഉദ്ദേശം ഈ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഏത് ഭാഗം നിങ്ങൾ കൂടുതൽ ഊന്നി പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഈ സീരീസ് തുടങ്ങുന്നത്. ഈ സീരീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കാം. ഈ സീരീസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് പോയാൽ 10, 30, 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ കാര്യം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന്. ഓക്കെ, അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.